നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. അതായത് വാഹനം പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. സാധാരണ നമ്മൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നോ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ട് വെക്കുന്നതിന് പോലീസ് പിഴയിടുന്നത്, അല്ലെങ്കിൽ ആരെങ്കിലും ബൈക്ക് മോഷ്ടിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ വണ്ടി മോഷ്ടിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ ചിലരുണ്ടല്ലോ വണ്ടിയുടെ ടയറൊക്കെ കുത്തിപ്പൊട്ടിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. പക്ഷേ ഇവിടെ ഒരു വ്യത്യസ്ത രീതിയാണ്. അതായത് പണി തരാൻ ഒരു കൂട്ടർ കാത്തിരിപ്പുണ്ട്. വേറെ ആരുമല്ല, അണ്ണാനും എലിയും വണ്ടും. നിരത്തുകളിൽ മാത്രമല്ല, വാഹനം പാർക്ക് ചെയ്യുന്നിടത്തും അപകടമുണ്ടാകാനുള്ള സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എലിയും അണ്ണാനും വണ്ടും വരെ വില്ലനായേക്കാം. വാഹനങ്ങളിൽ ചെറുജീവികൾ വരുത്തുന്ന കേടുപാടുകൾ അപകടങ്ങൾക്കും തകരാറുകൾക്കും കാരണമാകും. ബ്രേക്ക് തകരാർ മുതൽ തീപിടുത്തം വരെ ഉണ്ടാക്കുക. അപ്പോൾ ഇവർ ചെയ്യുന്ന ഈ കുസൃതിയിൽ എന്താണ്, ബ്രേക്ക് തകരാറ്, തീപിടുത്തം എന്നിവ പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാം. ഇവരുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കേബിളുകൾ കടിച്ചു മുറിക്കുക, പ്ലാസ്റ്റിക് ഭാഗങ്ങൾ നശിപ്പിക്കുക, ഇന്ധന പൈപ്പിൽ തുളയിടുക എന്നിവയാണ് ഈ ചെറിയ ജീവികൾ ചെയ്യുന്നത്. ചെറിയ ജീവികളാണെങ്കിലും അവർ ചെയ്യുന്നത് വലിയ കാര്യങ്ങളാണ്. ടാങ്കിൽ നിന്ന് എഞ്ചിനിലേക്ക് ഇന്ധനം പോകുന്ന പൈപ്പിലെ റബ്ബർ ഭാഗം വണ്ടുകൾ തുളയ്ക്കും. വണ്ടുകളുടെ പ്രധാന പരിപാടി അതാണ്. ടാങ്കിൽ നിന്ന് എഞ്ചിനിലേക്ക് ഇന്ധനം പോകുന്ന പൈപ്പിലെ റബ്ബർ ഭാഗം തുളയ്ക്കുക. ഇതിലൂടെ ഇന്ധനം ചോരുകയും തുടർന്ന് വാഹനം സ്റ്റാർട്ടാക്കുമ്പോൾ തീ പിടിക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം ഇന്ധനം എന്തായാലും ചോരും. അപ്പോൾ നമ്മൾ വാഹനം സ്റ്റാർട്ടാക്കുമ്പോഴത്തേന് തീ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എഥനോൾ ചേർത്ത പെട്രോൾ വണ്ടിനെ ആകർഷിക്കുമെന്ന് കളമശ്ശേരി ITയിലെ ഓട്ടോമൊബൈൽ വിഭാഗത്തിൻ്റെ പഠനത്തിൽ കണ്ടെത്തി. അപ്പം എഥനോൾ അടങ്ങിയിട്ടുള്ള ഈ പെട്രോൾ വണ്ടിനെ ആകർഷിക്കുന്നതുകൊണ്ടാണ് വണ്ടി ഇങ്ങനെ ചെയ്യുന്നതെന്നാണ് കളമശ്ശേരി IITയിലെ ഓട്ടോമൊബൈൽ വിഭാഗത്തിൻ്റെ പഠനത്തിൽ കണ്ടെത്തിയത്. മലയോരം, തോട്ടങ്ങൾ, കൃഷി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് വണ്ടുകളുടെ ആക്രമണം കൂടുതൽ. ഓൺലൈനിൽ എലികളെ അകറ്റുന്ന യന്ത്രങ്ങൾ രാസവസ്തുക്കൾ തുടങ്ങിയവ ലഭ്യമാണെങ്കിലും ഇവയിൽ പലതും തട്ടിപ്പാണെന്ന് അനുഭവസ്ഥർ പറയുന്നു. അത് ശരിയാ. ഞങ്ങൾ ഒരു ദിവസം ഈ എലിക്ക് നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഇത് കൊടുത്തു. എലി വന്ന് തിന്ന് കൂട്ടിനകത്ത് എന്താണ് അതിന് പറയുന്നത്, എലിപ്പെട്ടി. എലിപ്പെട്ടിക്കകത്ത് വെച്ചു. ആള് വന്ന് തിന്നു. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും ആള് ചാവുന്നില്ല. അമ്മാതിരി സാധനം വരുന്നത്. അത് എഫക്റ്റ് ഇല്ലാത്തൊരു സാധനമായിരുന്നു. അപ്പം ഇടയ്ക്കിടെ വാഹനങ്ങൾ പരിശോധിക്കുക. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, റീൽസിനകത്തൊക്കെ കണ്ടിട്ടില്ലേ, ഈ വണ്ടിയുടെ ചില ബോണറ്റിലൊക്കെ പാമ്പിരിക്കുന്നത്, അതുപോലെയുള്ള. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വണ്ടി പരിശോധിക്കുക. എങ്കിൽ നമുക്ക് അറിയാൻ പറ്റും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന്. അപ്പം ഇതിനെടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, വീട്ടിൽ വാഹനം പാർക്ക് ചെയ്യുന്നിടം വൃത്തിയായിട്ട് സൂക്ഷിക്കുക. കാടും പടലും മാലിന്യവും ഉള്ളിടത്ത് പാർക്ക് ചെയ്യരുത്. വാഹനത്തിലെ ഭക്ഷണവും അവശിഷ്ടങ്ങളും ഒക്കെ ഒഴിവാക്കുക. സ്ഥിരമായിട്ട് ഉപയോഗിക്കാത്ത വാഹനം ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. വാഹനത്തിലെ ദ്വാരങ്ങൾ, വിടവുകൾ എന്നിവ പരിശോധിക്കുക. അപ്പം ഇനി അഥവാ വണ്ടുകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അണ്ണാന്മാർ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുരുമുളക് സ്പ്രേ, കീടനാശിനികൾ തളിക്കുക. കുരുമുളക് സ്പ്രേയും കീടനാശിനിയും ഒക്കെ തളിക്കുക. പിന്നെ എലി, അണ്ണാൻ എന്നിവയ്ക്ക് കയറാവുന്ന ഭാഗങ്ങൾ വല കൊണ്ട് അടയ്ക്കുക എന്നീ പ്രതിരോധ മാർഗങ്ങൾ, തടയാനുള്ള മാർഗങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ പണി തരുന്ന കൂട്ടരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. ഓക്കെ.